പതിവില്ലാതെയോടുന്നു ആകാശം, ഉള്ളിൽ നിന്നുമായുന്നു ആഹ്ലാദം. പരിഹാസം തുളുമ്പുന്നൊരാൾ കൂട്ടം എന്നും ചുറ്റും. നീർ തുളുമ്പുന്നു കണ്ണാകെ, നൊമ്പരങ്ങളെ മായ്ക്കാതെ ഓടുന്നു ആരാരും കാണാതെ. പറടാ, എനിക്ക് സമയമൊന്നുമില്ല. എടാ എന്തുവാടാ, നിനക്ക് ഇത് തന്നെയാണോ പരിപാടി? പുതിയ ആളാണോ? ആണെങ്കി എന്താ പേര്? എങ്ങോട്ടാ പോന്നെ? കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ആണോ? ഞാനും ഷോപ്പിങ്ങിനാ. വീട്ടിലെ സ്പ്രേ ഒക്കെ കുറച്ച് തീർന്നുപോയി. അല്ല, താനോ? താനിത് മേടിക്കാനാണോ വന്നേ? ചെറുതായിട്ട്. അല്ല ചേട്ടനി മൂട്ടയ്ക്ക് അടിക്കുന്ന സ്പ്രേ ആണോ മേത്തടിക്കണേ? റൂമിൽ ചെറിയൊരു മൂട്ടശല്യോടോ. ഇതിപ്പോ ഒരെണ്ണല്ലേ ഉള്ളൂ. ഇത് താൻ വെച്ചോ? അല്ല കുഴപ്പമില്ല. താൻ വെച്ചോന്നേ. ശരി. We can deal with this. We can even use the force. Anthony, hey, you are not even the force anymore, man. You don't need to deal with this. This is personal. Yeah. Hi. മോനെ, അന്റെ പിറന്നാളല്ലേ ഇന്ന്. ഇത്തവണെങ്കിലും ഈ വരൂന്ന് വിചാരിച്ച. വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഉമ്മക്ക് മോനെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. ഷെറീഫിന്റെ വീടല്ലേ? അതെ. അകലെയുള്ളവർ അരികെ എത്തുന്നു. ഗോപൂനന്ദ ജിമാർട്ട് ജി മൊബൈൽസ്, കേരളത്തിൽ എല്ലായിടത്തും. ഹായ് അല്ല, സുഖമല്ലേ? ഞാൻ ഇന്നലെ ഇറങ്ങി. നിന്റെ കല്യാണമാണ് അടുത്ത മാസം. പയ്യന്റെ പേര് ജോബി എന്നല്ലേ? വെൽ സെറ്റിൽഡ് ഇൻ UK. കൺഗ്രാറ്റുലേഷൻസ്. ഐ ആം ഹാപ്പി ഫോർ യു. അല്ലെങ്കിൽ ഞാനെന്തിനാ നിന്റെ അടുത്ത് കാണാൻ വരുന്നത്? ഐ എം നോട്ട് ഹാപ്പി. എന്നാ ഒരേ ഒരു വട്ടം മാത്രമേ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നുള്ളൂ. ഇത് നമുക്കൊന്നും കൂടെ സംസാരിച്ചു തീർക്കാം. ശരിയാണ്, നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എന്റെ തെറ്റല്ല.
പക്ഷെ എന്റെ തെറ്റല്ലെങ്കിൽ പിന്നെ എന്തിന്? നീ അത് മാത്രം ഒന്ന് ക്ലാരിഫൈ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നില്ല. എനിക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്താ? ഇതെന്റെ തെറ്റല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിത്? എന്നാ നമ്മള് കണ്ട അന്ന് മുതൽ സ്നേഹിച്ചു തുടങ്ങിയ ആൾക്കാർ നമ്മൾ എന്തുമാത്രം വഴക്കുണ്ടായിട്ടുണ്ട്. അനു, നീ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നിട്ട് നീ പൊക്കും. ചിലപ്പോ